+1 നാലാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരലോഗ്രാം മെത്തേഡിനെ കുറിച്ച് പഠിച്ചു. അതിൽ ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ട് അതിൻ്റെ ചിത്രം നമുക്ക് ഫസ്റ്റ് തൊട്ട് പറയാൻ പറ്റില്ല, ഡെറിവേഷൻ. അപ്പം നമുക്ക് ഫസ്റ്റ് തൊട്ട് ആ പിക്ചറൊന്ന് നോക്കാം. നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു വെക്റ്ററും പി എന്നൊരു വെക്റ്ററും എന്താണ് പാരലോഗ്രാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ, രണ്ട് വെക്റ്റേഴ്സ് പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് പോലെ കാണപ്പെടുന്നതാണെങ്കിൽ, അഡ്ജസൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് പാരലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഒരു പാരലോഗ്രാം രൂപത്തിലാക്കി. എന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ DAC എന്ന് പറയുന്നത് DAE എന്ന് പറയുന്നത് തീറ്റ ആംഗിളും, അതേപോലെ CAE എന്ന് പറയുന്നത് ആൽഫയുമാണ്. ഇത് P വെക്റ്റർ, ഇത് Q വെക്റ്റർ. നമ്മുടെ ഈ ലെങ്ത്ത് ഇതിന് സെയിം ആയിരിക്കും ഈ ലെങ്ത്ത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ Q എന്ന് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ ഇത് P ആണെങ്കിൽ ഇവിടെയും P എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ CBE ട്രയാങ്കിളുടെ സൈൻ തീറ്റയും കോസ് തീറ്റയും നമ്മൾ കാണണം. ഇത് ആംഗിളാണ്, ഇവിടെ ആംഗിളാണെങ്കിൽ ഇവിടെയും ആംഗിൾ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആംഗിളും. ഈ തീറ്റയുടെ സൈൻ തീറ്റയും കോസ് തീറ്റയും കാണണം. സൈൻ തീറ്റയുടെ ഇക്വേഷൻ എന്താ? എതിർവശം ബൈ കർണം. അപ്പോൾ ഇതാണ് തീറ്റ. തീറ്റയുടെ എതിർവശം പറയുന്നത് എന്താ? CE. അപ്പോൾ CE ഡിവൈഡഡ് ബൈ കർണം ഇത്, അപ്പോൾ CB അതായത് BC. അപ്പോൾ CE ബൈ BC. അപ്പോൾ C ഈസ് ഈക്വൽ ടു ഈ CE ആണെങ്കിൽ BC ഇങ്ങോട്ട് പോവുക. അപ്പോൾ BC സൈൻ തീറ്റ. ഇനി നമ്മൾ പറഞ്ഞു BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ BC നമ്മൾ Q എന്ന് എടുത്തിട്ട് Q സൈൻ തീറ്റ എന്ന് വന്നു. അതേപോലെ ഇതിൻ്റെ കോസ് തീറ്റ കാണാം. കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്താ? സമീപവശം ബൈ കർണം. സമീപവശം എന്താണ്? BE. അപ്പോൾ BE ഡിവൈഡഡ് ബൈ CB അതായത് BC. ഇനി ഇതിൻ്റെ BE കാണണമെങ്കിലോ BE ഈസ് ഈക്വൽ ടു BC കോസ് തീറ്റ. BC എന്ന് പറയുന്നത് Q ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ Q കോസ് തീറ്റ. ഇനി അതിനെ നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുക, ACE എന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിട്ട് അതിനെന്താ നമ്മൾ ഇത് കാണാനുള്ള ഇക്വേഷൻ റിസൾട്ടൻ്റ് കാണാനുള്ള എന്താണ്? കർണം കാണണമെങ്കിൽ നമ്മൾ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതേപോലെ തന്നെ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് CE സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു. AE സ്ക്വയറിന് നമ്മൾ എന്താ AB എന്ന് ആക്കുക പ്ലസ് BE. അപ്പോൾ അതിന് അങ്ങനെ എഴുതി AB പ്ലസ് BE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെന്താണ്? ABനെ നമ്മളെന്താണ്? P വെക്ടറാണ്. അപ്പോൾ P പ്ലസ് Q കോസ് തീറ്റ അതായത് BE പറയണത് Q കോസ് തീറ്റയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ EC എന്ന് പറയണത് എന്താണ്? Q സൈൻ തീറ്റ. അപ്പോൾ Q സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി അതിന് ഇത് A പ്ലസ് B ഹോൾ സ്ക്വയർ അതായത് എന്താണ്? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ അതേപോലെ എഴുതുക. എന്നിട്ട് ഈക്വേഷൻ താഴോട്ടിറക്കി എഴുതുക. സാധാ പോലെ തന്നെ ചെയ്യുക. R സ്ക്വയർ എന്ന് പറയുമ്പോൾ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2P2 കോസ് തീറ്റ വരുമ്പോൾ R പറയുമ്പോൾ റൂട്ട് വരും. അപ്പോൾ റൂട്ട് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ. മറ്റൊരു ലോ ആണ് എന്ത്? ട്രയാങ്കിൾ ലോ. ഈ പാരലോഗ്രാം ലോൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇതിനില്ല, എങ്കിലും നമുക്ക് പറയാം. ട്രയാങ്കിൾ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ two sides of triangle, the resultant is represented by the third side of the triangle taken in opposite order. എന്താണ് പറയുന്നത്? രണ്ട് വെക്ടേഴ്സ്, ഇതൊരു വെക്ടേഴ്സ് P എന്ന് പറഞ്ഞ ഒരു വെക്ടേഴ്സ്, Q എന്ന് പറയുന്ന ഒരു വെക്ടേഴ്സ് ആണ് എങ്കിൽ, ഇങ്ങനെയാണ് വെക്ടേഴ്സ് കാണുന്നത് എങ്കിൽ അതിൻ്റെ തേർഡ് സൈഡ്സ് ഓഫ് ദ, അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ സൈഡായിരിക്കും നമ്മുടെ ഈ ട്രയാങ്കിൾ ലോൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ ലോ എന്താണ്? when two vectors are represented by
the two sides of triangle, the resultant is represented by the third sides of the triangle taken in opposite order. Opposite orderലായിരിക്കും എന്താണ് റിസൾട്ടൻ്റ് മൂന്നാമത്തെ സൈഡായിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് വെക്റ്റർ എന്താണെന്നാണ്. എന്താണ് യൂണിറ്റ് വെക്റ്റർ? വെക്റ്റർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പോയിന്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഇല്ല ഒരു വെക്റ്റർ ഒരു പെർട്ടിക്കുലർ നിശ്ചിതമായൊരു പോയിന്റിലായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. എന്താണ്? യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഈ യൂണിറ്റ് വെക്റ്ററിന് ഇല്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റെസല്യൂഷൻ വെക്റ്റർ. എന്താണ് റെസല്യൂഷൻ വെക്റ്റർ? നമ്മളൊരു ഗ്രാഫ് കാണുന്നുണ്ട്. എങ്ങനെ? എക്സ് ഒരു വൈ ഡയറക്ഷനും എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു ഗ്രാഫ്. അതിൻ്റെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇത് ആംഗിൾ, അതേപോലെ ഇത് 90 ഡിഗ്രി ആംഗിൾ. ഇതിന് നമ്മൾ എ എന്ന് കൊടുത്തു. അപ്പോൾ ഇത് വൈ ഡയറക്ഷനാണ് എ വെക്റ്റർ വൈയും ഇത് എ വെക്റ്റർ എക്സും ആണ്. ഇതിനെ നമ്മൾ എ കോസ് തീറ്റ എന്നും ഇതിന് നമ്മൾ എ സൈൻ തീറ്റ എന്നും റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഈ റെസല്യൂഷൻ വെക്റ്റർ? ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്റ്റർ. നമ്മൾ ഈ രണ്ട് വെക്റ്ററിനെയും സ്പ്ലിറ്റ് ചെയ്തു എങ്ങനെ? ഇൻറ്റു ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അതായത് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. ഒന്ന് മോളിക്കുള്ള ഡയറക്ഷനും ഒന്ന് സൈഡിലുള്ള ഡയറക്ഷനും ആണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ ഒരു വെക്റ്ററിനെ വ്യത്യസ്ത ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? റെസല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇഫ് എ എക്സ് ആൻഡ് എ വൈ ആർ given, എ ആൻഡ് തീറ്റ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ഫോളോ. എ എന്നത് ഈ എ എന്ന ഭാഗം കാണണമെങ്കിൽ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അപ്പോൾ എങ്ങനെ കാണാം? എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോസ് തീറ്റ. അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ, അതായത് എന്താണ് എന്ത് പറയുന്നത്? തീറ്റ എങ്ങനെ കാണാം? എ വൈ ആംഗിൾ അപ്പോൾ എത്രയാണെന്ന് നമ്മൾ കാണണം. അപ്പോൾ എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ് എന്നാണ്. എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ്. അപ്പോൾ എന്താണ്? എ വൈ എന്താണ്? എ കോസ് തീറ്റ. എ കോസ് തീറ്റ അതിന് നമ്മളെങ്ങനെ കൊടുക്കുക? എ കോസ് തീറ്റ ഡിവൈഡഡ് എ സൈൻ തീറ്റയാണ് എ വൈ. എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ടാൻ തീറ്റ കാണുന്നത്. അപ്പോൾ ടാൻ തീറ്റയാണ് എ കോസ് തീറ്റ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആകും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ്. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ എഴുതാം: ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ. അപ്പോൾ റെസല്യൂഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് റെസല്യൂഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അതിൽ അതിൻ്റെ ഡയഗണലായി അത് റിസൾട്ടൻ്റ് കാണണമെങ്കിൽ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എന്ന് ചെയ്യണം. എ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റയും എ വൈ എന്നത് പറയുന്നത് സൈൻ തീറ്റയുമാണ്. ടാൻ തീറ്റ കാണണമെങ്കിൽ എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ് അഥവാ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ. തീറ്റ കാണണമെങ്കിൽ ടാനിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആകും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ വൈ ഡിവൈഡഡ് ബൈ എ എക്സ്. അപ്പോൾ റെസല്യൂഷൻ വെക്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏത്? പ്രൊജക്റ്റൈൽ മോഷൻ. എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് എക്സാമിനൊക്കെ നന്നായി വരുന്ന ക്വസ്റ്റ്യനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ്, അതിൻ്റെ പാത്ത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എക്സാമിന് വരാറുണ്ട്. ഡെറിവേഷൻസ്, ഇതിൽ 3 ഡെറിവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് അറിയണം. എ ബോഡി ത്രോൺ വിച്ച് ആൻ ഇനീഷ്യൽ വെലോസിറ്റി making an angle theta with a horizontal and falling down under the influence of gravity is called projectile. എന്താണ്? ഒരു ബോഡി എറിയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയിൽ പോകുന്ന സമയത്ത് അതിലൊരു
ആംഗിള് തീറ്റ എന്ന് പറയുന്ന തിരശ്ചീനമായൊരു ആംഗിള് തീറ്റ പറഞ്ഞിട്ട് ഉണ്ടാവും. ഇത് ഫോളിങ് ഡൗൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഈ ഗ്രാവിറ്റിയുടെ ബലം കൊണ്ട് ആ ബോഡി ഉയരത്തിലേക്ക് പോയിട്ട് അത് നേരെ താഴേക്ക് വരുന്നു. ഇപ്പം ഇവിടെയാണ് ബോഡി ഉള്ളത്. ഇതൊരു നിശ്ചിത ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഇങ്ങനെ മുകളിലെത്തുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ഭൂമിയിൽ നിന്ന്, അതായത് താഴെ നിന്ന് ഗ്രാവിറ്റിയുടെ ബലം കൊണ്ട് അത് വീണ്ടും താഴേക്ക് തന്നെ വരുന്നു. അതിൽ യു സൈൻ തീറ്റ എന്നത് പറയുന്നത് മുകളിലെത്തുമ്പോൾ 0 ആയി മാറുന്നു. പക്ഷേ യു കോസ് തീറ്റ എന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് മാറുകയേ ഇല്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. പ്രൊജക്റ്റൈൽ മോഷൻ പറയുമ്പോൾ ഈ ഗ്രാഫൊക്കെ വരയ്ക്കാൻ നേരെ പഠിക്കണം. യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ, യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ മുകളിലെത്തുമ്പോൾ അത് 0 ആകും. അതേപോലെ യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് യു സൈൻ തീറ്റയുടെ യു കോസ് തീറ്റയുടെ ഗ്രാഫാണ്. യു സൈൻ തീറ്റ മുകളിലേക്ക് പോകുന്തോറും കൂടുകയും പിന്നെ അത് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? യു സൈൻ തീറ്റയുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഇത് ടൈമിനനുസരിച്ച് കുറഞ്ഞ് വരുന്നു. യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുകൊണ്ട് അത് റെസ്റ്റ് ഗ്രാഫ് പോലെ ആയിരിക്കും വരുന്നത്. ഇനി ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ദ ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ ഈസ് പാരബോള. അതായത് ഈ പ്രൊജക്ടൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും പാരബോള, ഈ ഷേപ്പിനാണ് നമ്മൾ എന്താ പറയുക, പാരബോള എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. പാരബോളയിലായിരിക്കും പ്രൊജക്ടൈൽ. ദ ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ ഈസ് പാരബോള. അതേപോലെ യു സൈൻ തീറ്റ 0 ആകും മുകളിലെത്തുമ്പോൾ. അതേപോലെ ഗ്രാഫുകൾ നോക്കുക. യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യമാണ് ഇതിൽ പഠിക്കാൻ. ഇനി പ്രൊജക്റ്റൈൽ മോഷൻ്റെ 3 ഡെറിവേഷൻ ഉണ്ട്. ടൈംസ് ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച് കാണുന്നു, ഹൊറിസോണ്ടൽ റേഞ്ച്, അതേപോലെ ഹൈറ്റ് ഒക്കെ കാണാനുള്ളതുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്